സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസിലെ സീസൺ 4 ഏറ്റവും കൊടൂരനായ വില്ലനായിട്ടുള്ള വെഗ്ന എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. സ്ട്രേഞ്ചർ തിങ്സിലൂടെ എല്ലാ വില്ലന്മാരിലെയും ഏറ്റവും ഭീകരനായിരുന്നു വെഗ്ന. അവൻ്റെ നിഴൽ ഹോക്കിൻസ് നഗരത്തിൻ്റെ ഓരോ കോണിലും പരന്നു നിൽക്കുന്നു. അവൻ വെറും ഒരു മോൺസ്റ്റർ അല്ല, ഒരിക്കൽ മനുഷ്യനായിരുന്നു. ഇന്ന് മരണമുയർത്തുന്ന വെഗ്ന. വെഗ്ന ആരാണ്? ചെയ്യുന്ന ഒരു മനഃശാസ്ത്രീയ കൊലപാതകിയാണ് വെഗ്ന. ഹെൻറി ക്രീൽ എന്ന മനുഷ്യരിൽ നിന്ന് എങ്ങനെയാണ് വെഗ്ന എന്ന ഭീകരനിലേക്കുള്ള യാത്രയുണ്ടായത്? കഥ തുടങ്ങുന്നത് ഒരു സാധാരണ ബാലനായ ഹെൻറി ക്രീലിനെ കാണിച്ചുകൊണ്ടാണെങ്കിലും അവനൊരു സാധാരണ ബാലനായിരുന്നില്ല. ചെറുപ്പം മുതൽ ടെലികൈനറ്റിക് ശക്തിയും മനസ്സുകൾ വായിക്കാൻ കഴിയുന്ന പവേഴ്സും അവനുണ്ടായിരുന്നു. വീട്ടിലെ ആളുകളുടെ വികാരം, കുറ്റങ്ങൾ, വേദന എല്ലാം അവൻ കാണുമായിരുന്നു. അവൻ്റെ മനസ്സ് ഇരുട്ടിലേക്കൽ വഴുതിയപ്പോൾ അവൻ തൻ്റെ കുടുംബത്തെ തന്നെയാണ് ആക്രമിച്ചത്. ഹെൻറിയെ ഹോക്കിൻസ് ലാബിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ബെർണർ അവനിൽ നിന്ന് ഒരു ആയുധം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമം നടന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഹെൻറി ക്രീൽ എന്ന ബാലൻ 001 ആയി മാറിയത്. ഹെൻറി തൻ്റെ ലാബിലെ എല്ലാവരെയും ക്രൂരമായി കൊന്നപ്പോൾ അവനെ തടുക്കാൻ വന്ന ഒരേ ഒരാളായിരുന്നു ലെവൻ. രണ്ടുപേര് തമ്മിൽ നടന്ന സൈക്കിക് യുദ്ധം മനുഷ്യശക്തിയുടെ പരിധി മാറ്റിയ ഒരു പോരാട്ടമായിരുന്നു. അവസാനം 11 ഹെൻറി എന്ന വെഗ്നയിലേക്കുള്ള ഫോർമേഷന് മുമ്പായിട്ടുള്ള ഹെൻറിയെ മനസ്സിൻ്റെ കരുത്തിൽ തകർത്തു കളഞ്ഞു. അവനെ ഒരു തുറന്ന പോർട്ടൽ വഴി തള്ളിക്കളഞ്ഞു. അവൻ വീണത് അപ്സൈഡ് ഡൗണിലേക്കാണ്. അവിടെ ഹെൻറിയുടെ ദേഹം ചുട്ടുപൊളിഞ്ഞു. എല്ലുകൾ വളഞ്ഞു, ചർമ്മം ഇരുട്ടിൽ ചാലുകൾ പോലെ പൊളിഞ്ഞു. അവൻ മാറ്റപ്പെട്ടു. യെസ്, വെഗ്ന എന്ന ഭീകരൻ അവിടെ ജനിക്കുകയാണ്. വെഗ്നയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെഗ്നയുടെ ഏറ്റവും വലിയ ആയുധം മനുഷ്യൻ്റെ മനസ്സാണ്. മൈൻഡ് റീഡിങ്, ഫിയർ മാനിപ്പുലേഷൻ, ഇല്യൂഷൻ വേൾഡ്. ഇവനെ ആക്രമിക്കുമ്പോൾ ഇരകൾക്ക് ആദ്യം ഇവൻ കൊടുക്കുന്നത് പഴയ ട്രോമകളുടെ ഒരു ബ്രഹ്മദൃശ്യമാണ്. ശേഷം ശരീരം ഭീകരമായി മുറിഞ്ഞു പൊളിക്കും. വെഗ്നയുടെ ടാർഗറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത്, വെഗ്ന റാൻഡംലി ആക്രമിക്കില്ല. അവൻ തിരഞ്ഞെടുക്കുന്നത് കുറ്റബോധം, വേദന, മനസ്സമ്മർദ്ദം, ട്രോമ ഉള്ളവരെയാണ്. ക്രിസ്സി, ഫ്രെഡ്, പാട്രിക് ഇവരൊക്കെ മനസ്സ് തകർന്നിരുന്നവരായിരുന്നു. മാക്സ് 4ാമത്തെ ഇരയായിരുന്നു, പക്ഷേ അവൾ രക്ഷപ്പെട്ടു. റണ്ണിങ് അപ്പ് ദാറ്റ് ഹെൽ എന്ന സംഗീതം അവളുടെ മനസ്സിലേക്കുള്ള കവാടം തുറന്നു. വെഗ്നയുടെ പിടിയിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. വെഗ്നയുടെ പ്ലാൻ, വെഗ്ന ഒരു